എല്ലാവർക്കും നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല കൊള്ളിവാക്കുകളും പറയാറുണ്ട്, പരുഷമായി പെരുമാറാറുണ്ട്, രൂക്ഷമായ വാക്കുകളാൽ കോപം പ്രകടിപ്പിക്കാറുണ്ട് നമ്മുടെ സ്വജനങ്ങളോടോ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്നവരോടോ നമ്മെ സ്നേഹിക്കുന്നവരോടോ. ഇങ്ങനെ കൊള്ളിവാക്കുകൾ പറഞ്ഞാൽ പിന്നീട് അത് വേണ്ടിയിരുന്നില്ല, അത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നോർത്ത് പശ്ചാത്തപിക്കാറുമുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭം കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സീതാദേവിയെ വനത്തിൽ നിന്ന് രാവണൻ വന്ന് പിടിച്ചുകൊണ്ടുപോയി ലങ്കാപുരിയില് അശോകവനികയില് സീതയെ ഇരുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് സീതാദേവി ഇങ്ങനെ ആത്മകഥം ചെയ്യുകയാണ്. കനിവാർന്നനുജാ പൊറുക്ക നീ ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. അനുജ ലക്ഷ്മണ, ഞാൻ നിന്നോട് പറഞ്ഞ ചില കൊള്ളിവാക്കുകൾ ഓർത്ത് ഞാനിന്ന് ഖേദിക്കുന്നു. ഒരിക്കൽ ഞാനും ശ്രീരാമനും നീയും കൂടി വനത്തില് പർണശാലയിൽ ഇരിക്കുമ്പോൾ ഒരു മാനിന്റെ വേഷത്തില് മാരീചൻ വന്ന് എന്നെ മോഹിപ്പിച്ചു. അപ്പോൾ ആ മാനിനെ കണ്ട് അതിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ ആ മാനിനെ പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്പോൾ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാനിന്റെ പിന്നാലെ പാഞ്ഞു. കുറേയേറെ നേരമായിട്ടും അദ്ദേഹത്തെ കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആർത്തനാദം വനത്തിൽ എവിടെയോ മുഴങ്ങിക്കേട്ടു. അത് കേട്ട് ഞാൻ ഭയന്നു. ഞാൻ അനുജ ലക്ഷ്മണ, ഞാനന്ന് നിന്നോട് പറഞ്ഞു, അതാ നിന്റെ ജ്യേഷ്ഠനെന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു, പോയി നോക്കിയിട്ട് വരാൻ. അപ്പോൾ നീ പറഞ്ഞു, ഇല്ല, എൻ്റെ ജ്യേഷ്ഠന് അങ്ങനെയുള്ള ആപത്തൊന്നും ഉണ്ടാവില്ല, അദ്ദേഹം അസ്ത്രവിദ്യയില് അതുല്യനാണ്, അമിത ബലവാനാണ്, അദ്ദേഹത്തിന് യാതൊരു ആപത്തും സംഭവിക്കില്ല, അത് അസുരന്മാരുടെ മായാപ്രയോഗമാണ് എന്ന് നീ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെ കുറേയേറെ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോകാത്തത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാല് ഈ വനമധ്യത്തിൽ വെച്ച് എന്നെ സ്വന്തമാക്കാം എന്നുള്ള നിന്റെ കുടില ചിന്ത കൊണ്ടല്ലേ നീ പോകാത്തത് എന്ന് ഞാൻ നിന്നോട് അന്ന് ചോദിച്ചു. എന്റെ കുറ്റപ്പെടുത്തൽ കേട്ട് നീ പോയി. പിന്നീടാണ് അറിഞ്ഞത് അത് രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മായാവികളായ അസുരന്മാരുടെ ഒരു ശ്രമമായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ ഇന്ന് ഈ അശോകവനികയില് ബന്ധനസ്ഥയായിരിക്കുന്ന ഞാൻ ഓർക്കുകയാണ്, കനിവാർന്നനുജ പൊറുക്ക നീ ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. നമ്മുടെ മനസ്സ് സഞ്ചരിക്കാത്ത അധമമായ അപഥമായ മാർഗങ്ങളില്ല. നമ്മുടെ മനസ്സ് പലപ്പോഴും പല കുമാർഗങ്ങളിൽ കൂടിയും സഞ്ചരിക്കും. പലപ്പോഴും വേണ്ടാത്ത പല കാര്യങ്ങളും നാം ചിന്തിക്കും. നമ്മുടെ ചിന്തയില് പലതരത്തിലുള്ള ആപൽ ശങ്കകളും കടന്നു വരും. അതൊക്കെ ഓർത്തുകൊണ്ട് നാം പല കൊള്ളിവാക്കുകളും മറ്റുള്ളവരോട് പറയും. പിന്നീടാണ് അറിയുക അതൊന്നും വേണ്ടിയിരുന്നില്ല, അതൊക്കെ വെറുതെയായിരുന്നു എന്ന്. ഇങ്ങനെ മനസ്സിന്റെ ആപത് ശങ്കയെ പറ്റിയും മനസ്സ് അറിയാതെ പറഞ്ഞ കൊള്ളിവാക്കുകളെ പറ്റിയും സീതാദേവി ഇവിടെ പശ്ചാത്തപിച്ചുകൊണ്ട് പറയുകയാണ്, കനിവാർന്ന അനുജ പൊറുക്ക നീ ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ, ഞാൻ അറിയാതെ പറഞ്ഞ കൊള്ളിവാക്കുകളൊക്കെ നീ ക്ഷമിക്കണം. നമ്മുടെയൊക്കെ മനസ്സ്, മനുഷ്യന്റെ മനസ്സ് അത് സഞ്ചരിക്കാത്ത കുമാർഗങ്ങളില്ല. അതുപോലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ മനസ്സ് പലപ്പോഴും പല തെറ്റായ വഴികളിലൂടെയും ഇടുങ്ങിയ മാർഗങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കാറില്ലേ? അത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. നല്ല മാർഗത്തിൽ കൂടി മാത്രമായിരിക്കില്ല മനസ്സ് സഞ്ചരിക്കുക, കുമാർഗങ്ങളിൽ കൂടിയും അത് സഞ്ചരിക്കും. ഈ ഒരു വസ്തുതയെ
ഇവിടെ വരച്ചു കാട്ടുകയാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ. അതുകൊണ്ട് നാം ഒക്കെ മനസ്സിനെ അതിൻ്റെ കുമാർഗങ്ങളിൽ നിന്ന്, വഴിതെറ്റിപ്പോകുന്ന പാതകളിൽ നിന്ന് കുറേയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.